സായി കോട്ടക്കലാണ്. എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമാവുന്നതിന് മുമ്പ് നമുക്കൊക്കെ ഓർമ്മകളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുള്ള, നമ്മളൊക്കെ പറയല്ലോ വംശനാശം സംഭവിച്ചു പോയി എന്ന് പറയുന്ന ഒരു സംഭവമാണ് സി ഡി കാസറ്റുകൾ. ഇതിനു മുമ്പൊക്കെ കാസറ്റ് ഉണ്ടായിരുന്നു, അതിന് ശേഷം CD കൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് CD കൾ വാങ്ങിയിട്ട് ആൽബം സോങ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. ഇന്ന് യാദൃച്ഛികമായിട്ട് ഞാനൊരു സ്റ്റുഡിയോയിൽ ചെന്ന സമയത്ത് കണ്ട ഒരുപാട് സാധനങ്ങൾ, സ്വപ്നം, അങ്ങനെ കുറെ പ്രേമം, അന്നത്തെ സമയങ്ങളിലൊക്കെ ഹിറ്റായിട്ടുള്ള കുറെ ആൽബം സോങ്സും അതിന്റെ സൃഷ്ടി, അതിന്റെ പുറകിൽ വർക്ക് ചെയ്തുള്ള ആളും എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട. ആ സമയത്ത് ഒരുപാട് ഓർമ്മകൾ, നമ്മളെ പഴയ ഓർമ്മകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഫോണിൽ കോളർ ട്യൂണൊക്കെ വെച്ചിരുന്ന ആ ഒരു ഓർമ്മ എനിക്ക് വന്ന. അപ്പൊ ഞാനിത് ഈ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഈ പാട്ടുകൾ പാടിയ, അല്ലെങ്കിൽ ഈ വരികൾ എഴുതിയ ആളായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അവർക്ക് ഇതിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്തായിരിക്കും ഉണ്ടാവുക അല്ലെ? അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല, അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇത്രയും തരംഗം സൃഷ്ടിച്ചെങ്കിൽ ഇന്നായിരുന്നു ഈ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പോ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്കൊക്കെ ഒരുപാട് ആരാധനയുള്ള മിസ്റ്റർ ജലാൽ മാഗ്രാസ്, എല്ലാവർക്കും നമസ്കാരം. ജലാലെ, നമ്മളിന്ന് ഈ സാധനം പോയി കണ്ട സമയത്ത് എനിക്ക് കുറെ ഓർമ്മകൾ ഈ സാധനത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ സാധനങ്ങൾ കാണുമ്പോ അല്ലെ? അന്നത്തെ ഒരു ഒരു 18 കൊല്ലം മുൻപ് ഗൾഫ് കൺട്രീസിൽ ഇറങ്ങിയിട്ടുള്ള കാസറ്റുകളാണ് സായിന്റെ കയ്യിൽ കിടക്കുന്നത്. സ്പീഡ് ഓഡിയോസ് ഇറക്കിയ റഷീദ് കാണാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോയതാണ്. അതിനകത്ത് പിന്നെ ഷാഫി, ഞാനും സലീമും ഒക്കെ പാടിയിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്, ഇതിലൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് സമ്മാനിച്ച ദിൽഹെ ഫാത്തിമ, ഇതിനകത്ത് റിലീസായ ടൈമൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എന്താ പറയുക, ഷാഫിക്ക് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വർക്ക് പ്രേമം. നിക്കണുണ്ടോ രണ്ടാളും? അല്ല, ഒരു അമ്മ വെച്ച മക്കളെ പോലെ. അതിന് വലിയ കോമഡി എന്താ അറിയോ? ഈ സംഭവം കണ്ടാൽ മതി. ഞാൻ എന്നോട് ഈ പേരുകൾ പറഞ്ഞാൽ ഇതും പറയണേ, അന്നൊരു 18-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പേരൊക്കെ ചൂസ് ചെയ്തിട്ട് ഇന്ന് മലയാള സിനിമകളിൽ വരെ ഈ പേരുകൾ ഓരോന്നും വന്നു. അപ്പൊ അത് പ്രേമം എന്ന് പറഞ്ഞ സിനിമ വന്ന്, സ്വപ്നക്കൂട് വന്ന് അല്ലെ? അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. ഈ പുതിയ തലമുറയിലുള്ള പല ആൾക്കാർക്കും അന്നത്തെ പാട്ടുകൾക്ക് ഉണ്ടാക്കിയിരുന്ന ഓളം എന്താന്നുള്ളത് അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു ഷോ ഇന്നലെ ചെയ്യുന്ന സമയത്ത് ഷോയില് ജലാലിന്റെ പേര് വിളിച്ച് ജലാലൊക്കെ സ്റ്റേജിലോട്ട് വരുമ്പോഴേ ഭയങ്കര കയ്യടി. അതും നമ്മളെ ഈ 2K കിഡ്സ് ഒന്നല്ല, ആര് പഴയ കാലത്ത് ഞങ്ങളെ 80 കിഡ്സും 70 കിഡ്സും ഒക്കെ എന്തോരം കയ്യടികളാണ്. ഭയങ്കര സന്തോഷമായി റാസൽ കൈമത്തെ പരിപാടിയിൽ കുറെ ആളുകൾ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു ഓർമ്മ അല്ലെ? ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഈ ടീനേജ് അല്ലെങ്കിൽ അതിന്റെ മേലൊക്കെ കയറിയിട്ട് കാമുകന്മാരായിട്ട് ഇവരൊക്കെ നെഞ്ചിലേറ്റിയിട്ടുള്ള കുറെ ക്രഷ് തോന്നിയിട്ടുള്ള കുറെ പെൺപിള്ളേര് സുഹൃത്തുക്കളുള്ള കാലം. ഞങ്ങൾക്കൊക്കെ അസൂയ തോന്നിയിട്ടുള്ള ആൾക്കാരിൽ പെട്ടതവരെ. ഞാൻ ഇതൊന്ന് കാണിക്കട്ടെ. ഇത് പ്രേമം എന്ന് പറഞ്ഞ വർക്ക്, മണ്ണും മഴയും. അതിനകത്ത് പണ്ടുണ്ടായിരുന്ന എല്ലാ സംഘാടകരുടെ ബാക്കും കാണാം, പാട്ടിന്റെ ലിസ്റ്റ് കാണാം, CD. ഇപ്പത്തെ തലമുറയിലെ ആൾക്കാർക്ക് CD ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ അന്ന് ഇറക്കിയിട്ടുള്ള ദിൽഹെ ഫാത്തിമ, ഇത് 20 കൊല്ലം കഴിഞ്ഞു കിടക്കണം. എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഗൾഫിൽ അന്ന് റിലീസ് ചെയ്തത് സ്പീഡ് ഓഡിയോസ് റഷീദാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ വിജയത്തിന്, ഇന്ത്യ ഷാപ്പിന്റെ ഒക്കെ, താജുക്കിന്റെ ഒക്കെ വിജയത്തിന്റെ പിന്നിൽ ഞങ്ങളൊക്കെ ഗൾഫിൽ പരിചയപ്പെടുത്തിയത്. പിന്നെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് സലീം, ഷാഫി, ഞാൻ. ആ ഫോട്ടോ ഒക്കെ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും